അസ്സലാമലൈക്കും. അങ്ങനെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം തോന്നിയിട്ടാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ തീരുമാനിച്ചു ഇത് നമ്മളൊരു സബ്സ്ക്രൈബേഴ്സിനുള്ളൊരു ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1K അടിക്കുന്ന സമയത്ത് നമ്മളെ കമൻറ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട 5 കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആളെ ഞാൻ അറിയിച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും അത് അനൗൺസ് ചെയ്യുക. പിന്നെ നമ്മളിന്നൊരു ലേഡീസ് ട്രിപ്പ് പോകാൻ നിൽക്കണം കേട്ടോ. ചെറുതായിട്ട് നമുക്ക് പ്രിയപ്പെട്ട ആളുകളുടെ കൂടെ നമ്മൾ സമയം ചിലവഴിക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ. അപ്പോൾ എനിക്കുള്ളൊരു ആഗ്രഹമാണ്. നമ്മളെ കൊണ്ടുപോകാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവരെ കൊണ്ടുപോവുക, അവർക്ക് അത്രയും ആഗ്രഹം ഉണ്ടാവില്ലേ എന്നുള്ളൊരു ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും അങ്ങനൊരു പാർട്ടി തയ്യാറായപ്പോൾ നമ്മൾ ആ ഒരു ഫങ്ഷൻ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. നമ്പർ പിന്നെ എല്ലാ പിമ്പർ മണവണ ഫൈമേ നോക്കട്ടെ ഉറങ്ങിയ അങ്ങനെ ഞാൻ എൻ്റെ മക്കളായിട്ട് 3 അവരായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാക്കാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പിന്നെ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് 1.25 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ 4 ആളും കൂടെ ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങനെ അത്യാവശ്യമായിട്ട് പോകേണ്ടി വരാറുണ്ട്. അപ്പോൾ ആ വരുന്ന അങ്ങനെ പോണ സമയത്ത് എല്ലാവരും ഒന്ന് ഉറങ്ങി നീച്ചിട്ടൊക്കെയാണ് പോവുക. കുട്ടികളൊക്കെ 3 ആളും ഒന്ന് ഉറങ്ങി നീക്കും. അപ്പോൾ ആ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ വണ്ടി എവിടെയെങ്കിലും സൈഡാക്കിയിട്ടിട്ട് അവരെ ഉറക്കം ഉണർത്തി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ അങ്ങനെ നിർത്തിയൊരു സമയത്താണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇനി മറ്റാൾ ഉറങ്ങുന്ന ആളെ എണീപ്പിച്ചിട്ട് കുട്ടീനെ കൈ കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ യാത്ര തുടരും കേട്ടോ. അങ്ങനെ നമ്മളെ വീട്ടിലെത്തി. അവിടുന്ന് ഉമ്മാനും മൂത്തന്മാരെയൊക്കെ പിക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ നമ്മളെ കുടുംബത്തേക്ക് പോകാനിട്ടുണ്ടായത്. അപ്പോൾ ഉമ്മയുടെ മൂത്താപ്പാടെ വീടാണത്. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു കുടുംബസംഗമം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് പെരിന്തൽമണ്ണയാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ഒരു 6 മണിയോട് കൂടിയിട്ട് 6 മണി 7 മണിക്കുള്ളിലായിട്ട് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിന്നെ പിറ്റേ ദിവസമായിരുന്നു നമുക്ക് ഫങ്ഷൻ ഉണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് ഒരു പകുതി മുക്കാൽ ആളുകളും ഈ ഒരു കുടുംബസംഗമത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം പുറത്തും ഒക്കെ ആയത് കാരണം ഫാമിലിയൊക്കെ ആയിട്ട് വിദേശത്താണ്. അപ്പോൾ പിന്നെ കുറേ ആൾക്കാർക്ക് ലോങ് ആയതുകൊണ്ട് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ പലർക്കും പല പേഴ്സണൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നില്ല. ഞങ്ങൾ തന്നെ കുറച്ച് ആൾക്കാരുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചേക്ക് എന്താ പറയുക, നമുക്ക് അവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു കേട്ടോ. അതിനൊന്നും നമ്മൾ നിന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ അവൾക്ക് ബുദ്ധിമുട്ടുണ്ട്, വേഗം പോകണമെന്ന് പറഞ്ഞിട്ട് വേഗം തിരിച്ച് വരികയുണ്ടായത്. അപ്പം നമ്മൾ പോണ സമയത്തൊന്നും നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ നമ്മൾ ഈ വീട്ടിലാണ് കേട്ടോ നിന്നത്. അപ്പോൾ രാവിലെയുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. ഫുഡ് വിളമ്പണ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത്. എല്ലാ വീഡിയോയും നമ്മൾ ഇതിലിട്ടിട്ടില്ല. നമ്മൾ ആരോടും ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്നോ ഇങ്ങനെ ഇടുന്നുണ്ടെന്നൊന്നും സമ്മതം ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ഈ 2 ഫോട്ടോ മാത്രമാണ് ഇതിലിട്ടിട്ടുള്ളൂ. പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞേക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വീട്ടിൽ പോയി.
എല്ലാവരെയും അവിടെ ആക്കി. പിന്നെ ഷോപ്പിൽ പോയി. അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ പിന്നെ തിരിച്ചും ഇങ്ങോട്ട് തന്നെ പോരുകയാണിട്ടുണ്ടായത്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഒരു 8 മണിക്കുള്ളിലായിട്ട് നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ.